ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഝാർഖണ്ഡിലെ ദിയോഘർ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജമ്മു കാശ്മീരിനെ ഭീകരതയിൽ നിന്ന് മുക്തമാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരുവനന്തപുരം മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 25% അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് സന്ദർശനം തുടരുന്നു. ഇന്ന് ഝാർഖണ്ഡിലെ ദിയോഘർ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ധൻബാദ് IITയുടെ 45ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുർമു മുഖ്യാതിഥിയാകും. ജമ്മു കശ്മീരിനെ ഭീകരതയിൽ നിന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരവാദത്തിനെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും ഭീകര കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള രാജ്യസഭയിലെ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ച സായുധ സേനയെയും സുരക്ഷാ ഏജൻസികളെയും ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. मैं आज इस सदन से उनको संदेश देना चाहता हूं, कश्मीर आतंकवाद से मुक्त होकर रहेगा. ऑपरेशन महादेव और ऑपरेशन सिंदूर दो इकट्ठा होता है तो दुनिया के सभी आतंकवादी हमलों में सबसे सटीक, सख्त और त्वरित जवाब माननीय प्रधानमंत्री के नेतृत्व में भारत के सुरक्षा बलों ने. സർക്കാരിനെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ IIS ഉദ്യോഗസ്ഥർ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് 2023-24 ബാച്ചുകളിലെ ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ ശബ്ദം മാത്രമല്ല, പൊതുജന സേവകരും സുതാര്യതയുടെ സംരക്ഷകരുമായി മാറാൻ അദ്ദേഹം സിവിൽ സർവീസ് ട്രെയിനികളോട് ആഹ്വാനം ചെയ്തു. ബാങ്കിംഗ് മേഖലയിലെ ഭരണനിർവഹണം മെച്ചപ്പെടുത്തുന്നതിനും നിക്ഷേപകർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായുള്ള ബാങ്കിംഗ് ലോസ് ഭേദഗതി ആക്ട് 2025 നാളെ മുതൽ പ്രാബല്യത്തിൽ. പൊതുമേഖലാ ബാങ്കുകളുടെ ഓഡിറ്റ് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹകരണ ബാങ്കുകളുടെ ഡയറക്ടർമാരുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. നിർമ്മിത ബുദ്ധിയെ ഏറ്റവും പ്രാപ്യമായ നിലയിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2026 ഫെബ്രുവരിയിൽ AI ഇംപാക്ട് ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലെ വെല്ലുവിളികളെ നേരിടാൻ നിർമ്മിത ബുദ്ധിയെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 20ാമത് ഗഡു ഓഗസ്റ്റ് 2 വിതരണം ചെയ്യും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പദ്ധതി പ്രകാരം എല്ലാ വർഷവും 3 തുല്യ ഗഡുക്കളായി കർഷകർക്ക് 6000 രൂപ നൽകി വരുന്നു. ഇന്ത്യയിലുടനീളമുള്ള ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ് PM കിസാൻ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 177 കോടി രൂപ ചെലവഴിച്ചാണ് തുറമുഖം ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ ആഗോള സമൂഹത്തിനും പ്രയോജനപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ശ്രീ ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. വ്യോമയാന സമുദ്ര മേഖലകളിലെ സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പരിവർത്തന ഉപകരണമായിരിക്കും ഉപഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഉപഗ്രഹത്തിന് കഴിയുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
That's one of the biggest collaborations at the international level that ISRO has engaged with one of the most premier agencies. We are partnering this new game-changing experiment. Secondly, this is not only going to be confined to the disasters, etc., be it the cyclones or the floods or the climate concerns. It would also, to a very great extent, produce a striking change of scenario in our aviation practices, in our shipping practices. ഇന്നലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 25% അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. അതേസമയം ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പരസ്പരം പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഏർപ്പെടുത്തുന്നതിനായി ഇന്ത്യയും US-ഉം തമ്മിൽ ചർച്ചകൾ നടത്തി വരികയാണെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പ്രധാന റെയിൽ ശൃംഖലയുടെ DPR തയ്യാറാക്കുന്നത് സർക്കാർ ഏറ്റെടുത്തതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഷൊർണൂർ മംഗളൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം കായംകുളം ഉൾപ്പെടെ വിവിധ റെയിൽ ലൈനുകളുടെ DPRകളും ഇവയിൽ ഉൾപ്പെടുന്നതായി ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ കോച്ചുകളുടെ എണ്ണം 12-ൽ നിന്ന് 14-ആയി വർദ്ധിപ്പിച്ചതായും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകുന്നേരം 3:30 കെനിംഗ്ടണിലെ ഓവൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. ലോക ലെജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ പോരാട്ടം റദ്ദാക്കി. ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാനെതിരെ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ രാഷ്ട്രീയ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അവസാന ഘട്ടത്തിലാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ പൂർത്തിയായ ബോട്ടുകളിൽ ഇന്ധനം നിറച്ച് ഐസും മത്സ്യബന്ധന ഉപകരണങ്ങളും ആഹാര സാധനങ്ങളും കയറ്റി തുടങ്ങി. മത്സ്യ സംസ്കരണശാലകളും പുതിയ സീസണിനായി സജ്ജമായി കഴിഞ്ഞു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്നും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതേസമയം വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാനൊരുങ്ങി കാനഡ. ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്ന മൂന്നാമത്തെ G7 രാജ്യമാണ് കാനഡ. എന്നാൽ ഹമാസിന്റെ പിന്തുണയില്ലാതെ പലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളെ ആശ്രയിച്ചായിരിക്കും തീരുമാനമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിക്കുകയും മറ്റ് വ്യവസ്ഥകൾ പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കാനഡയുടെ തീരുമാനം. ഫ്രാൻസും അടുത്തിടെ സമാനമായ പ്രഖ്യാപനം നടത്തിയിരുന്നു. പത്മ പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 15 വരെ നീട്ടി. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. പുരസ്കാരങ്ങൾ 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുക. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരിലെ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. 49 കുടുംബങ്ങളെ കൂടി വയനാട് ടൌൺഷിപ്പ് പദ്ധതിയുടെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് പൂർത്തിയാകും. നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ശനിയാഴ്ച മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. 32ാമത് സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ നാവിക കപ്പലായ INS സത്പുര സിംഗപ്പൂരിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നാവിക സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ജാർഖണ്ഡിലെ ദിയോഘർ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജമ്മു കാശ്മീരിനെ ഭീകരതയിൽ നിന്ന് മുക്തമാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരുവനന്തപുരം മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 25% അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.